ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സജന ഷാനവാസ്. നമുക്കിന്ന് ഫ്രഞ്ച് മാക്രോൺസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു 1.5 കപ്പ് അളവിൽ ആൽമണ്ട് ഫ്ലോർ, 1.5 കപ്പ് ഐസിങ് ഷുഗർ, 1/2 കപ്പ് ഗ്രാനുലേറ്റഡ് ഷുഗർ അഥവാ പൊടിച്ച പഞ്ചസാര, പിന്നെ 3 എഗ് വൈറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കുക, അതിനകത്തേക്ക് 3 എഗ് വൈറ്റ്സ് ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതിനകത്തേക്ക് നമ്മൾ ഈ പൊടിച്ച പഞ്ചസാര 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് സ്റ്റിഫായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് അതൊരു വൈറ്റ് സ്റ്റിഫ് പീക്സ് ആകുന്നത് വരെ ബീറ്റ് ചെയ്യുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ക്രീം ഓഫ് ടാർട്ടാർ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു നുള്ളു ക്രീം ഓഫ് ടാർട്ടാർ ആഡ് ചെയ്യുന്നത് എഗ് വൈറ്റ്സിന് നല്ല വൈറ്റ് കളർ കിട്ടാനും പെട്ടെന്ന് സ്റ്റിഫ് ആവാനും ഒക്കെ സഹായിക്കും കേട്ടോ. ഇനി ആ ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ആൽമണ്ട് ഫ്ലോറും ഐസിങ് ഷുഗറിൻ്റെ മിക്സും കൂടി നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റി വയ്ക്കുക. ഇപ്പോൾ ഈ ബീറ്റ് ചെയ്തിരിക്കുന്ന ഈ സ്റ്റിഫ് മിക്സിലേക്ക് നമ്മൾ ഇവിടെ ഷുഗറിൻ്റെ പീച്ച് കളറും പിങ്ക് കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കാരണം ക്ലയൻറ്റ് എൻ്റെ അടുത്ത് ഒരു പീച്ച് കളർ മാക്രോൺസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പീച്ച് കളർ മാത്രം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു കളറിലേക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് പിങ്കും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ട് കളർ ആഡ് ചെയ്തിട്ട് വീണ്ടും ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആൽമണ്ട് ഫ്ലോറും ഐസിങ് ഷുഗറിൻ്റെയും മിക്സും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ആൽമണ്ട് ഫ്ലോറും ഐസിങ് ഷുഗറും കൂടിയും നന്നായിട്ട് അരിച്ച് കൊടുക്കണം കേട്ടോ. കാരണം എന്തെങ്കിലും അതിനകത്ത് ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ മാക്രോൺസ് ശരിയാവില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മാക്രോൺസിൻ്റെ മിക്സിങ്ങിൽ വളരെയധികം ശ്രദ്ധിക്കണം. അത് ഓവർ മിക്സിങ് ആവരുത്, അതുപോലെ മിക്സ് ആവാതെയും ചെയ്യരുത്. അപ്പോൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ മാക്രോൺസ് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു പൈപ്പിംഗ് ബാഗിൽ മാക്രോൺസിൻ്റെ നോസിലിട്ടിട്ട് നേരത്തെ തന്നെ റെഡിയാക്കി വെക്കുക. ഇപ്പോൾ ഞാനിവിടെ മാക്രോൺസ് പൈപ്പ് ചെയ്യുന്നത് എൻ്റെ 52 ലിറ്ററിൻ്റെ മോർഫി റിച്ചാർഡിൻ്റെ OTG ആണ്. അപ്പോൾ അതിൻ്റെ അടിയിലുള്ള ഒരു അലൂമിനിയം ട്രേയിലാണ് ഞാൻ മാക്രോൺസിൻ്റെ ഷീറ്റ് ഇട്ടിട്ട് പൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഷീറ്റ് ആക്ച്വലി കുറച്ച് വലിയ ഷീറ്റ് ആയതുകൊണ്ട് ഞാനതിന് കട്ട് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ ഇത് പൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ മാക്രോൺസിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അതായത് നമ്മൾ സ്പാച്ചുലയിൽ എടുക്കുമ്പോൾ പെട്ടെന്ന് ചാടി പോകാത്ത ഒരു കൺസിസ്റ്റൻസി, അന്ന് ഓവർ ലൂസ് കൺസിസ്റ്റൻസിയും അല്ല കേട്ടോ. ഇതേപോലെ ഒരു ഗ്ലാസ്സിൽ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് നമ്മളിത് ഷിഫ്റ്റ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പൈപ്പ് ചെയ്യാം. പൈപ്പ് ചെയ്യുമ്പോൾ 90 ഡിഗ്രിയിൽ തന്നെ പിടിച്ചിട്ട് വേണം പൈപ്പ് ചെയ്യാനായിട്ട്. അതല്ല എങ്കിൽ മാക്രോൺസിന് ചരിവൊക്കെ വരും. കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഇതുപോലെ തന്നെ പിടിച്ചിട്ട് പൈപ്പ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഷീറ്റാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ വലിയൊരു ഷീറ്റ് വാങ്ങിച്ചിട്ട് 2ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാ മാക്രോൺസും നന്നായിട്ട് പൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ മാക്രോൺസ് ബേക്ക് ചെയ്യുന്നത് 120 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റാണ് മാക്രോൺസ് ബേക്ക് ചെയ്യുന്നത്. അതിൽ നമ്മൾ ആദ്യം തന്നെ മാക്രോൺസ് ഈ OTGയിലേക്ക് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്യും. എന്നിട്ട് 5 മിനിറ്റ്സ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മുടെ മാക്രോൺസ് എല്ലാം നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും കേട്ടോ. എന്നിട്ട് വീണ്ടും എടുത്തിട്ടാണ് മാക്രോൺസ് നമ്മളൊരു 15 അല്ലെങ്കിൽ 20-25 മിനിറ്റ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. സാധാരണഗതിയിൽ മാക്രോൺസ് ബേക്കാവാൻ ഒരു 20 മിനിറ്റാണ് വേണ്ടത്. ചിലരത് 30 മിനിറ്റ് വരെ എടുക്കാറുണ്ട്. അപ്പോൾ ഞാനിവിടെ 30 മിനിറ്റാണ് മാക്രോൺസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ മാക്രോൺസും നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ഫീറ്റൊക്കെ വന്ന് ഒരു മാക്രോൺസ് പോലും പൊട്ടിപ്പോയിട്ടില്ല. കറക്റ്റ് കളറും നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു പീച്ച് കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മാക്രോൺസിൽ ഞാനിവിടെ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷാണ്. അപ്പോൾ ഞാനത് ഫില്ലിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.